The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I think all are doing well. Okay, see, in the last class we completed our 7th chapter, that is depreciation. I think all are clear. Okay, today we are going to discuss the 8th chapter, that is Bill of Exchange. Bill of Exchange. എന്താണ് Bill of Exchange എന്നുള്ളതാണ്. Okay, have you heard about the word negotiable? Negotiable എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? See, what is it negotiable? Negotiable means transferable ആണ് അല്ലേ? Negotiable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? Transferable ആണ്. That is negotiation that goes on, that it is refers to the transfer of instrument between two people or from one bank to another or even one country to another അല്ലേ? രണ്ട് ആളുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ബാങ്കുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ് ആക്ച്വലി നെഗോഷ്യബിൾ. അങ്ങനെയുള്ളതിനെയാണ് നെഗോഷ്യബിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ട്രാൻസ്ഫർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെ, ഇൻസ്ട്രുമെൻറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നെഗോഷ്യബിൾ എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഇൻ ബ്രോഡർ സെൻസ് ഓൾമോസ്റ്റ് എനി agreed upon medium of exchange could be considered as a negotiable instruments. So in day-to-day banking, negotiable instruments എന്ന് പറയുമ്പോൾ ചെക്സ്, അതുപോലെ തന്നെ ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, ഡ്രാഫ്റ്റ്, പ്രോമിസറി നോട്ട്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, കൈമാറ്റ പ്രമാണങ്ങൾ എന്ന് പറയും. എന്താണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്, നേച്ചർ എന്ന് ചോദിച്ചാൽ, ബി റൈറ്റിംഗ് ആയിരിക്കും, ബി സൈൻഡ് ബൈ ദ മേക്കർ ആൻഡ് ഡ്രോവർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ബി അൺകണ്ടീഷണൽ പ്രോമിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓർഡർ ടു പേ എന്ന് പറയുന്നുണ്ടാവും, സ്റ്റേറ്റ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി പറയുന്നുണ്ടാവും, ആൻഡ് ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, and then by be payable on demand or definite time അല്ലേ, and then be payable or order to the bearer. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇങ്ങനെയുള്ളതാണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വാട്ട് യു മീൻ ബൈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ റിട്ടേൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഗിവൺ ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എഴുതി കൊടുക്കുന്ന ഒരു റിട്ടേൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. കടം കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് എഴുതി കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ആക്ച്വലി ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ ഓൺ ഹിസ് ഡെപ്റ്റർ എന്നാണ് പറയുക. So it direct the debtor to pay as a definite amount on demand or after expiry of period state therein. It is a legal document and considered as an evidence of debt എന്നാണ് പറയുക. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് കടം വാങ്ങിച്ചു എന്നതിന് തെളിവായിട്ട് എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ആക്ച്വലി ഏത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഒരു 10,000 രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ
ബി എന്ന് പറയുന്ന വ്യക്തി എയിൽ നിന്ന് എഴുതി വാങ്ങിക്കും, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റ് പോലെ ഒരു എഴുതി കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ആക്ച്വലി ഏത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 പ്രകാരം സെക്ഷൻ 5 ഡിഫൈൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ. അല്ലെ, അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ആര് സൈൻ ചെയ്തിട്ടുണ്ടാവും? മേക്കർ, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതിയ ആൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൈൻ ചെയ്യേണ്ടതുണ്ട്. ഡയറക്റ്റിംഗ് എ സെർട്ടൻ പേഴ്സൺ ടു പേ സെർട്ടൻ സം ഓഫ് മണി ഓൺലി ടു സെർട്ടൻ പേഴ്സൺ സെർട്ടൻ ടൈം മണി എന്ത് ചെയ്യണം? കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും or the order of certain person or bearer of the instruments. അല്ലേ, അത് ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അവർക്ക് നിശ്ചിത എമൗണ്ട് തിരിച്ചു കൊടുക്കണം എന്ന രീതിയിൽ അത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതാണ് ആക്ച്വലി ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആക്ച്വലി എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അറ്റൈൻ വാലിഡിറ്റി ഓൺലി വെൻ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റർ. ഡെപ്റ്റർ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് വാലിഡിറ്റി കിട്ടുള്ളൂ. അത് ബിഫോർ ദ അക്സെപ്റ്റൻസ് ആണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ബില്ലിനെ പറയുന്ന പേര് ഡ്രാഫ്റ്റ് എന്നായിരിക്കും. അത് ഡെപ്റ്റർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുള്ളൂ. അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അതിന് എന്ത് പറയും? ഡ്രാഫ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ദ ഡെപ്റ്റർ accept the bill by writing the word accepted across the face of the bill together with his signature. സിഗ്നേച്ചറോട് കൂടിയിട്ട് accepted എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടാവുക. ആൻഡ് ദ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് ഈസ് അൺകണ്ടീഷണൽ ആയിരിക്കണം. അതുപോലെ തന്നെ ദ മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി സൈൻ ഇറ്റ്, അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് മസ്റ്റ് ബി സെർട്ടൻ ആയിരിക്കണം. ആൻഡ് ദെൻ ദ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് മസ്റ്റ് ഓൾസോ ബി സെർട്ടൻ, ഡേറ്റും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പേയബിൾ ടു സെർട്ടൻ പേഴ്സൺ ആയിരിക്കും ഇത് കൊടുക്കേണ്ടത്. ദ എമൗണ്ട് മെൻഷൻ ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ എയ്തർ ഓൺ ഡിമാൻഡോ അല്ലെങ്കിൽ ഓൺ എക്സ്പയറി ഓഫ് ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ ആവുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക? അതിനുള്ള എമൗണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക? തിരിച്ചു കൊടുക്കേണ്ടി വരിക. ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ലോ. നിയമപ്രകാരം അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സ്റ്റാമ്പ് പതിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്പെസിമെൻ ആണ്. You can see the specimen of a bill of exchange. See here it is there, top of it, that is Meenangadi 1/7/2017, that is the date and place, and here rupees 10,000 and then stamp, one separate space for the stamp fixing, and after that they are writing what? 3 months after date, pay to me or my order the sum of rupees 10,000 only for value received. 3 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം? എനിക്ക് എന്ത് ചെയ്യണം? 10,000 റുപ്പീസ് നിങ്ങൾ സ്വീകരിച്ച 10,000 റുപ്പീസ് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ടു ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മേക്കറും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ആക്ച്വലി ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇനി ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടീസ് എന്ന് പറയുന്നത് 3 പേരാണ്. ഒന്ന് ഡ്രോവർ, ഡ്രോയി, പേയി എന്ന് പറയും. ഡ്രോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഡ്രോ ഓർ റൈറ്റ് ദ ബില്ല്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നയാളാണ് ഡ്രോവർ എന്ന് പറയുന്നത്. അതായത് ദ പേഴ്സൺ ഹൂ ഡ്രോ ഓർ റൈറ്റ്സ് ദ ബിൽ ഈസ് കോൾഡ് ഡ്രോവർ ഓർ മേക്കർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കുന്നയാളാണ് ഡ്രോവർ എന്ന് പറയും. ഓക്കെ, ദ ഡ്രോവർ മസ്റ്റ് ബി ആരായിരിക്കാം? സെല്ലർ ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റർ ആവാം. ടു ഹൂം മണി ഓസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെല്ലറാണ് ആക്ച്വലി ആര്? ഡ്രോവർ എന്ന് പറയുന്നത്. ഇനി ഡ്രോയി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? He is the person on whom the bill is drawn. He is purchaser or debtor who is owed by the drawer to pay the amount. അതായത് ഇവിടെ ഡ്രോയി എന്ന് പറയുന്നത് പർച്ചേസർ ആയിരിക്കും, വാങ്ങുന്നയാളാണ് ആക്ച്വലി എന്ത്? ഡ്രോയി ആയിട്ട് വരുന്നത്. ഹീ ഈസ് ദ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ. അല്ലേ, ആർക്ക് വേണ്ടിയിട്ടാണോ ബില്ല് എഴുതിയിരിക്കുന്നത്
ആ വ്യക്തിയാണ് ആര് ഡ്രോയി എന്ന് പറയുന്നത്. അത് മിക്കവാറും ആരാണ് പർച്ചേസർ ആയിരിക്കും അല്ലെങ്കിൽ ഡെപ്റ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ദ ഡ്രോയി ബിക്കം ദ അക്സെപ്റ്റർ ഓഫ് ദ ബിൽ വൺസ് ഇറ്റ് അക്സെപ്റ്റഡ് ബൈ ഹിം. അയാളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റർ ആയിട്ട് മാറും. ഡ്രോയി ആരായി മാറും? അക്സെപ്റ്റർ ആയിട്ട് മാറും. അപ്പോൾ ആരാണ് ഡ്രോവർ? ബില്ല് എഴുതുന്നയാൾ. ബില്ല് എഴുതുന്നയാൾ എന്ന് പറയുമ്പോൾ സെല്ലർ ആയിരിക്കും ഡ്രോവർ ആയിട്ട് വരുന്നത്. ഡ്രോയി ആരാണ്? ആർക്ക് വേണ്ടിയാണോ ബില്ല് എഴുതിയിരിക്കുന്നത് അവരാണ് ഡ്രോയി. അവരാരായിരിക്കും? പർച്ചേസർ ആയിരിക്കും. ഒരു സാധനം കടമായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ എഴുതുന്നതാണ് ആക്ച്വലി എന്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അത് ആരായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഡ്രോയി അല്ലെങ്കിൽ പർച്ചേസർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി പേയി ഉണ്ടാവും. എന്താ ആരാണ് പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ദ പേഴ്സൺ ടു ഹൂം പേയ്മെൻറ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ടു ബി മെയ്ഡ് ഓൺ ദി മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്ന സമയത്ത് ബില്ലിനുള്ള എമൗണ്ട് ആർക്കാണോ കൊടുക്കേണ്ടത് അവരാണ് പേയി എന്ന് പറയുന്നത്. അവരായിരിക്കും എന്ത്? പേയി എന്ന് പറയുന്നത്. സോ ദ ഡ്രോവർ ആൻഡ് ദ പേയി ക്യാൻ ബി ദ സെയിം പേഴ്സൺ. അതായത് ചിലപ്പോൾ ഡ്രോവർ തന്നെ ആയിരിക്കും പേയി. ഡ്രോവറും പേയിയും ആരായിരിക്കും? സെയിം പേഴ്സൺ ആയിരിക്കും വെൻ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദി ഡ്രോവർ. സോ ഇഫ് ദ ഡ്രോവർ ഡയറക്ട് ദ ഡ്രോയി ടു പേ എമൗണ്ട് ടു അനദർ പാർട്ടി ദെൻ ദ പാർട്ടി ബിക്കം ദി പേയി. ഇപ്പോൾ ഡ്രോവറും പേയിയും ഒരാളായിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഡ്രോവർ പറയാണ് മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ എനിക്ക് തരാതെ വേറൊരു ആൾക്ക് കൊടുത്താൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ആളായിരിക്കും ആര്? പേയി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇതിനൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്കൊരു 30,000 rupees ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതിയിട്ടുണ്ടെന്ന് കരുതുക. സോ ദ സ്പെസിമെൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ₹30,000 ദെൻ ലാഹോർ November 30th, 1997. 2 months after date pay to Mr. Kamal or his order the sum of ₹30,000 only for the value received. ഇവിടെ പിന്നെ 2 റഷീദ് ഉണ്ട്, 2 ഹമീദ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പെസിമെനിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും ആരൊക്കെയാണ് ഡ്രോവർ, ആരൊക്കെയാണ് പേയി, ആരൊക്കെയാണ് ഡ്രോയി എന്ന് പറയുന്നത്. ഡ്രോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് എഴുതുന്നയാളാണ് ഡ്രോവർ എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് വില്ല് എഴുതിയിരിക്കുന്നത്? അതായത് ഹമീദാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബില്ല് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അയാളായിരിക്കും ഡ്രോവർ എന്ന് പറയുന്നത്. ആരായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് 2 എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ, അവർ റഷീദാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കും ഡ്രോയി എന്ന് പറയുന്നത്. ഇനി ആർക്കാണ് അത് കൊടുക്കേണ്ടത്? 2 months after date pay to കമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമലിന് 2 മാസം കഴിഞ്ഞ് കമലിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കമലായിരിക്കും അവിടെ ആര്? പേയി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രോവർ, ഡ്രോയി, പേയി ആരാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ പ്രോമിസറി നോട്ട് എന്ന് പറയും. ഇനി എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ് ഇതും. ഇറ്റ് ഈസ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വിച്ച് കണ്ടെയ്ൻ എ പ്രോമിസ് മെയ്ഡ് ബൈ ദ ഡെപ്റ്റർ ടു പേ സെർട്ടൻ സം ഓഫ് മണി ഫോർ വാല്യൂ റിസീവ്ഡ്. പൈസ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നതാണ് ആക്ച്വലി ഏത്? പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 പറയുന്നതും ഇത് തന്നെയാണ്. പ്രോമിസറി നോട്ട് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. It contain unconditional undertaking signed by the maker to pay certain sum of money only to or to the order of certain person or to the bearer എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പ്രോമിസറി നോട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റൈറ്റിംഗ് തന്നെയായിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആയിരിക്കും. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ എന്നായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദെൻ ദ മേക്കർ മസ്റ്റ് ബി സെർട്ടൻ പേഴ്സൺ ആവാം. ആൻഡ് ദെൻ പേഴ്സൺ ടു ഹൂം പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ് മസ്റ്റ് ബി ഓൾസോ സെർട്ടൻ ആയിരിക്കും. ആൻഡ് ദ എമൗണ്ട് പേയബിൾ മസ്റ്റ് ബി സെർട്ടൻ ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി സ്റ്റാമ്പ് പ്രോപ്പർലി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫോർമാറ്റും ഇതേപോലെ തന്നെയാണ്. അരവിന്ദ് 10,000 rupees, എറണാകുളം, ഡേറ്റ് 3 months after date ഐ പ്രോമിസ് ടു പേ എന്നാണ് അവിടെ പറയുന്നത്. മിസ്റ്റർ ബിനീഷ് ഓർ ഓർഡർ എ സം ഓഫ് ₹10,000 ഓൺലി ഫോർ ദി വാല്യൂ റിസീവ്ഡ് ടു ബിനീഷ് കാലിക്കറ്റ് സൈൻഡ് അരവിന്ദ് എറണാകുളം എന്നാണ് പറയുന്നത്. അല്ല, ഇതിനകത്ത് 2 പാർട്ടീസ് ഡ്രോവറും ഉണ്ട്, ഡ്രോയിയും ഉണ്ട്. സി ദ ആരാണ് മേക്കർ ഓർ ഡ്രോവർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഓസ് സം എമൗണ്ട് ടു അനദർ പേഴ്സൺ മേക്സ് ഓർ ഡ്രോ ദ ഇൻസ്ട്രുമെൻറ്റ്. ആക്ച്വലി ഹീ ഈസ് ദ ഡെപ്റ്റർ ആൻഡ് ഹീസ് ഓൾസോ കോൾഡ് ദ പ്രോമിസറി എന്ന് പറയും. ദെൻ ഡ്രോയി ഓർ പേയി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ പ്രോ നോട്ട് ഈസ് ഡ്രോൺ.
So he is the creditor and he is also called the promise എന്ന് പറയും. Generally the drawee is also the payee unless otherwise mentioned എന്നാണ് പറയുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസാണ് ഉള്ളത് എങ്കിൽ പ്രോമിസറി നോട്ടിൽ 2 പാർട്ടീസേ ഉള്ളൂ. ആൻഡ് ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് എ ക്രെഡിറ്റർ മേക്സ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് പ്രോമിസറി നോട്ട് മേക്സ് ഡെപ്റ്റർ മേക്സ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. And then bill of exchange order or promise, it contain an order to make the payment. Order ആണ് bill of exchange ഉണ്ട്. പക്ഷേ പ്രോമിസറി നോട്ടിൽ ഇറ്റ് കണ്ടെയ്ൻ പ്രോമിസ് ടു മേക്ക് ദ പേയ്മെൻറ്റ്, പേയ്മെൻറ്റ് നടത്താൻ പ്രോമിസ് ചെയ്യുന്നതാണ് പ്രോമിസറി നോട്ടിൽ. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് അക്സെപ്റ്റൻസ്, ഇറ്റ് റിക്വയർ അക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇറ്റ് റിക്വയർഡ് നോ അക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല ഏതിൽ, പ്രോമിസറി നോട്ടിൽ. ദെൻ പേയി, ഡ്രോവർ ആൻഡ് പേയി ക്യാൻ ബി സെയിം പേഴ്സൺ in case of bill of exchange, but in case of promissory note drawer cannot be the payee. Okay, and the notice in case of dishonor due or notice of dishonor is to be given by the holder to the drawer, but in case of non promissory note no notice needs to be given in case of the dishonor എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും ചോദിച്ചാൽ, ഫ്രെയിം വർക്ക് ഫോർ റിലേഷൻഷിപ്പ്, സോ എനേബിളിംഗ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, അതാണ് ഫസ്റ്റ് വൺ. ദെൻ സെർട്ടനിറ്റി ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സോ ഇറ്റ് ഫിക്സ് ദ ഡേറ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ദ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ ക്യാൻ പ്ലാൻ ദെയർ ഓപ്പറേഷൻ ഇൻ അഡ്വാൻസ്, അതിനനുസരിച്ച് ഇവർക്ക് ഓപ്പറേഷൻസ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. കൺവീനിയൻറ്റ് മീൻസ് ഓഫ് ക്രെഡിറ്റ് ആണ്, ഇറ്റ് ക്യാൻ ബി ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക് സോ ദാറ്റ് the creditor gets the payment immediately without distributing the debtor എന്നാണ്. And then conclusive proof ആണ്, it is an authentic proof of the one's indebtedness. And then easy transferability ആണ്, so it can be endorsed from one person to another, hence it is an easy way to send money from one place to another എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്തൊരു ടേമാണ് ഡ്രോയിങ് എ ബില്ല്. ഡ്രോയിങ് എ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് ദ സെല്ലർ ഓഫ് ഗുഡ്സ് ഓർ ഡ്രോസ് എ ബിൽ ഓൺ ദ ബയർ asking him to pay the amount on demand or on stipulated date to himself or to another person named on the bill is called drawing a bill and the instrument is called draft എന്ന് പറയും. എന്താണ് ഡ്രോയിങ് എ ബിൽ എന്ന് പറയുന്നത്? വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്, സാധനങ്ങൾ ക്രെഡിറ്റിന് വിൽക്കുന്ന സമയത്ത് ദ സെല്ലർ ഓഫ് ഗുഡ്സ് അല്ലേ, വിൽക്കുന്നയാൾ എന്ത് ചെയ്യുന്നു, ഡ്രോ എ ബിൽ, ഒരു ബില്ല് വിൽക്കുന്നയാൾ ബില്ല് എഴുതിയിട്ട് ഓൺ ദ ബയർക്ക് വേണ്ടിയിട്ട് ബില്ല് എഴുതും. എന്ത് പറഞ്ഞിട്ട്, ആസ്കിങ് ഹിം ടു പേ ദ എമൗണ്ട് ഓൺ ഡിമാൻഡ്, ഈ ബില്ലിലുള്ള എമൗണ്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, തരണം എന്ന് പറഞ്ഞിട്ട്, ഓർ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് തിരിച്ച് തരണം, ഈ ബില്ലിലുള്ള എമൗണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിനെയാണ് ആ എന്തെന്ന് പറയുന്നത്, ഡ്രോയിങ് എ ബിൽ എന്ന് പറയുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഡ്രോയിങ് ദി ബില്ല്, ദിസ് ഈസ് കോൾഡ് ഡ്രോയിങ് എ ബിൽ എന്ന് പറയും. ആ ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേര് ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് bill become valid document only when it is accepted by the drawee. അതായത് ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ ബില്ലിന് വാലിഡിറ്റി കിട്ടുകയുള്ളൂ. സോ ദിസ് ഈസ് ഡൺ ബൈ റൈറ്റ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ദിസ് ഈസ് ഡൺ ബൈ ദ വേർഡ് accepted എന്നുള്ള രീതിയിൽ എഴുതുണ്ടാവും അക്രോസ് ദ ഫേസ് ഓഫ് ദി ബിൽ ടുഗദർ വിത്ത് ഈ സിഗ്നേച്ചർ ആൻഡ് ഡേറ്റ്. സിഗ്നേച്ചറും ഡേറ്റും വെച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോഴാണ് ഇത് ബില്ലിന് അക്സെപ്റ്റൻസ് ഓഫ് ബില്ലായിട്ട് മാറുന്നുള്ളൂ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് acceptance of bill and drawee is known as the acceptor എന്ന് പറയും. Now it become the valid documents ആയി മാറും. So as far as concerned to the drawer, it is a bill receivable and to acceptor it is bill payable. A bill of exchange before its acceptance it is called draft എന്ന് പറയും. ഇനി മെച്യൂരിറ്റി ഓഫ് ബിൽ ഓർ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയും. എന്താണ് മെച്യൂരിറ്റി? ദ ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കം പേയബിൾ ഇസ് ഡ്യൂ ഡേറ്റ് ഓർ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഏത് ദിവസമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരമുള്ള എമൗണ്ട് കൊടുക്കേണ്ടത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ മെച്യൂരിറ്റി ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആഡിങ് 3 days ടു നോമിനൽ ഡ്യൂ ഡേറ്റ്
ആ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 3 more days കൂടെ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്, സമയം കൂടെ കൊടുക്കാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 3 months കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ 3 months കഴിഞ്ഞ് ഒരു 3 ദിവസം കൂടെ എക്സ്ട്രാ കൊടുക്കും. അങ്ങനെ ആ 3 ദിവസം എക്സ്ട്രാ കൊടുക്കുന്നതിനെ പറയുന്ന പേര് ഡേയ്സ് ഓഫ് ഗ്രേസ്. അപ്പം മെച്യൂരിറ്റി ഡേറ്റും കഴിഞ്ഞ് 3 extra days കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ്. ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഫോൾസ് ഓൺ പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ദെൻ ദ ബിൽ ഈസ് പേയബിൾ ഓൺ പ്രിസീഡിംഗ് വർക്കിംഗ് ഡേയിലാണ്. ദാറ്റ് ഈസ് ഇഫ് ദ April 4th is the maturity date, it is a public holiday, then 3rd April will be the maturity date. 4th public holiday ആണെങ്കിൽ 3rd ആയിരിക്കും maturity date. If it is declared holiday under the Negotiable Instruments Act 1981 by the Government of India, the next working day immediately after the holiday will be the date of maturity. In case it will be 5th April ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയും. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഹോൾഡർ ഓഫ് ദ ബിൽസ് wants cash immediately, he can approach the bank and encash the bill before the due date. മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നതിന് മുൻപ് ഹോൾഡർക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹോൾഡർക്ക് പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ കൊടുത്തിട്ട് അതിനെ എൻക്യാഷ് ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. സോ ദ ബാങ്ക് എന്ത് ചെയ്യുന്നു, വിൽ ഡിഡക്ട് ഫ്രം ഫേസ് വാല്യൂ ഓഫ് ദ ബിൽ സെർട്ടേൺ എമൗണ്ട് കോൾ ഡിസ്കൗണ്ട് ആയിട്ട് പിടിക്കും. അത്രയേ ഉള്ളൂ. അതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ആൻഡ് പേസ് ദ ബാലൻസ് ടു ദ ഹോൾഡർ ഓഫ് ദ ബിൽ. സോ ദ ബാങ്ക് ഗെറ്റ്സ് ദ പേയ്മെന്റ് ഫ്രം ദ ഡ്രോയി ഓൺ ദി ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഡ്രോയുടെ കയ്യിൽ നിന്ന് ഡ്യൂ ഡേറ്റിന് ആര് കളക്ട് ചെയ്തും, ബാങ്ക് കളക്ട് ചെയ്തോളും. ഓക്കെ, അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഇനി എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ എന്നുണ്ട്. എന്താണ് എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ബിൽ മേ ബി ഓർഡർ ബിൽ ആവാം അല്ലെങ്കിൽ ബിയറർ ബിൽ ആവാം. ആൻഡ് ഓർഡർ ബിൽ ഈസ് പേയബിൾ ടു ദ സെർട്ടൻ പേഴ്സൺ ഓർ ഓർഡർ. സോ ഇൻ കേസ് ഓഫ് ബിയറർ ബിൽ ഇറ്റ് ഈസ് പേയബിൾ ടു ദ ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. സോ ദ ബിയറർ ബിൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി എന്ന് പറയും. So if it is an order bill, it is transferable ആയിരിക്കും by endorsement and delivery. So this endorsement is a written order on the backs of the instrument by the payee or the holder for transferring his right to another person. ഇൻസ്ട്രുമെൻസിൻ്റെ പുറകിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനുള്ള റൈറ്റ് വേറൊരു വ്യക്തിക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡൺ ബൈ പുട്ടിംഗ് ദ സിഗ്നേച്ചർ on the back of the instrument with or without the name of the person to whom it is endorsed എന്നാണ് പറയുന്നത്. So the person who makes the endorsement is called endorser എന്ന് പറയും. And whose favor the endorsement is made, that is known as endorsee എന്ന് പറയും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സുകളാണ് ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇഫ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ.